18ാം ലോകസഭയുടെ ഇന്ന് ആരംഭിച്ച ഒന്നാം ദിവസം പ്രതീക്ഷിച്ചതുപോലെ സംഭവ ബഹുലമായിരുന്നു എന്ന് തന്നെ പറയാം. വർദ്ധിത വീര്യത്തോടുകൂടിയാണ് ഇപ്പോൾ പ്രതിപക്ഷം പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, 17ാം ലോകസഭയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഏകദേശം ഇരട്ടി അംഗസംഖ്യയുടെ ബലത്തിലാണ് പ്രതിപക്ഷ മുന്നണി ഇന്ത്യ മുന്നണി പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ മറുഭാഗത്തെ BJP നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ ആത്മവിശ്വാസവും അതുപോലെ ധൈര്യവും ഒക്കെ ഏറെ ചോർന്നു പോയ ഒരു സാഹചര്യം അവർക്കുണ്ട്. 17ാം ലോക്സഭയിൽ 303 അംഗങ്ങൾ ഉണ്ടായിരുന്ന BJPക്ക് ഈ സമ്മേളനത്തിൽ വെറും 240 സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. സാങ്കേതികമായി പറഞ്ഞാൽ 543 അംഗങ്ങളുള്ള ലോകസഭയിൽ കേവല ഭൂരിപക്ഷം പോലും ഇല്ലാതെയാണ് BJP ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. അവർ പ്രാദേശിക കക്ഷികളുടെ സഹായത്താൽ ഔദാര്യത്താൽ മന്ത്രിസഭ രൂപീകരിക്കേണ്ടി വന്നു എന്നത് അവരുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്തിരിക്കുകയാണ്. അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ അവരുടെ ഭാവത്തിലും അവരുടെ പ്രകടനത്തിലും ഉണ്ടാകും. അത് ഒന്നാം ദിവസം തന്നെ തെളിഞ്ഞിരുന്നു എന്നത് വളരെ പ്രകടമാണ്. ഒന്നാം ദിനത്തിൽ പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യമുന്നണിയായ ഇന്ത്യ മുന്നണി നേരത്തെ ഉണ്ടായിരുന്ന ഗാന്ധി പ്രതിമയുടെ സ്ഥലത്ത് നിന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ പോക്കറ്റ് എഡിഷനുമായി കയ്യിലേന്തിയാണ് സംഘമായി പാർലമെന്റ് ഹാളിൽ പ്രവേശിച്ചത്. പാർലമെന്റ് ഹാള് ചരിത്ര പ്രസിദ്ധമായ രീതിയിൽ നവീകരിച്ച് കോടികൾ മുടക്കി പുതുക്കി പണിതിരിക്കുകയാണ്. അതിനകത്ത് പലരും ആദ്യമായി അംഗങ്ങളായിരുന്നവർ പരിഭ്രമത്തോടുകൂടിയാണ് ചുറ്റുവട്ടം നോക്കിക്കണ്ടത്. ഇന്ത്യ മുന്നണി ആകട്ടെ വളരെ പ്രസന്നവതരായി എല്ലാവരും ചേർന്ന് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി, അതുപോലെ സോണിയാഗാന്ധി, മല്ലികാർജുന ഖാർഗെ തുടങ്ങിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കൾ, അതോടൊപ്പം തന്നെ സമാജ്വാദി പാർട്ടിയുടെ നേതാവായിട്ടുള്ള അഖിലേഷ് യാദവ്, അതുപോലെ DMKയുടെ നേതാക്കളായിട്ടുള്ള കനിമൊഴി തുടങ്ങിയതായിട്ടുള്ള ലബ്ധപ്രതിഷ്ഠരായ പാർലമെന്റ് അംഗങ്ങൾ ഒരുമിച്ച് ഗാന്ധി പ്രതിമ നിന്നിരുന്ന സ്ഥലത്ത് കൂടി കയ്യിൽ പോക്കറ്റ് എഡിഷൻ ഭരണഘടനയുമായിട്ടാണ് പാർലമെന്റ് സമ്മേളനത്തിൽ പോയത്. ഇന്ന് പ്രധാനമായി അവർക്ക് ഉന്നയിക്കാൻ രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അനേകം ആളുകളെ, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആശങ്കയിലാഴ്ത്തിയ നീറ്റ് അതുപോലെ നെറ്റ് പരീക്ഷയിലുണ്ടായ ക്രമക്കേടുകൾ. ദേശവ്യാപകമായി ഈ പരീക്ഷകൾക്കുണ്ടായ ക്രമക്കേട് മോഡി സർക്കാരിന്റെ മുഖം നന്നായി വികൃതമാക്കി എന്നത് എടുത്തു പറയേണ്ട സംഗതിയാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അമ്പേ പരാജയപ്പെട്ടു എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഇക്കഴിഞ്ഞ നീറ്റ് നെറ്റ് പരീക്ഷകൾ നടത്തിയത്. അതിന്റെ പ്രതിഷേധം രാജ്യത്തെങ്ങും അലയടിക്കുകയാണ്. വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ യുവജന സംഘടനകളും ഒക്കെ അതിനെതിരായി ദേശവ്യാപകമായി പ്രതിഷേധം അഴിച്ചുവിട്ടിരിക്കുന്നു. നെറ്റ് പരീക്ഷ നടത്തിയത് റദ്ദാക്കിയിരിക്കുന്നു. നീറ്റ് പരീക്ഷയെ സംബന്ധിച്ചുള്ള കേസ് സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാവിയെ സംബന്ധിച്ച് നിശ്ചയമില്ല. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും നിരപരാധികളായ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും വളരെ ആശങ്കയിലാണ്. ആ വിഷയം പ്രധാനമായി ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നത്തെ സമ്മേളനത്തിൽ പ്രതിപക്ഷ മുന്നണി ഇന്ത്യ മുന്നണി കടന്നാക്രമിച്ചത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം പ്രോട്ടേം സ്പീക്കറുടെ നിയമനം സംബന്ധിച്ചാണ്. ഇന്ത്യൻ പാർലമെന്റിൽ 8 പ്രാവശ്യം അംഗമായിരുന്ന പാർലമെന്റ് അംഗം എന്ന വിശേഷണമുള്ളതാണ് കേരളത്തിൽ നിന്ന് മാവേലിക്കര മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമാൻ കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹമാണ് സാങ്കേതികമായി ദൈർഘ്യത്തിന്റെ കാര്യത്തിൽ ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള അംഗം. കീഴ്വഴക്കമനുസരിച്ച് സീനിയർ അംഗത്തെ പ്രോട്ടേം സ്പീക്കറായി നിയമിക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. പ്രോട്ടേം സ്പീക്കർ എന്ന് പറയുന്നത് 2 ദിവസത്തെ ചുമതല മാത്രമേ ഉള്ളെങ്കിലും അതൊരു പദവിയാണ്. അവരാണ് പ്രോട്ടേം സ്പീക്കർ രാഷ്ട്രപതിയുടെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. അദ്ദേഹമാണ് മറ്റ് 543 അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ആ ഒരു വലിയ ധർമ്മമാണ് ഈ പ്രോട്ടേം സ്പീക്കർ നിർവഹിക്കേണ്ടത്. എന്നാൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ ഈ സീനിയോറിറ്റിയെ ബോധപൂർവം രാഷ്ട്രീയമായി അവഗണിച്ചുകൊണ്ട്
BJP അവരുടെ കക്ഷിയിലുള്ള അദ്ദേഹത്തെക്കാൾ ജൂനിയറായ 7 പ്രാവശ്യം മാത്രം പാർലമെന്റ് അംഗമായ ഒരാളെയാണ് പ്രോട്ടേം സ്പീക്കറായി നിയമിച്ചത്. അതിൽ ഇന്ത്യ മുന്നണി കടുത്ത പ്രതിഷേധം അറിയിച്ചിട്ടു. അതുപോലെ തന്നെ ഈ പറയുന്ന പുതിയതായ BJP പ്രോട്ടേം സ്പീക്കറെ സഹായിക്കാൻ അവർ തീരുമാനിച്ചതായ ഒരു 5 അംഗ സമിതിയിൽ ഉണ്ടായിരുന്ന 3 അംഗങ്ങൾ പ്രതിപക്ഷ മുന്നണിയിലുള്ളവരാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും തൃണമൂൽ കോൺഗ്രസിന്റെയും അംഗങ്ങൾ അതിലുണ്ടായിരുന്നു. അവർ പൂർണ്ണമായി നിസ്സഹകരിച്ചു, പിന്മാറി എന്നവർ അറിയിച്ചു. അതുകൊണ്ട് പ്രോട്ടേം സ്പീക്കറുടെ നിയമനത്തിലുള്ള പ്രതിഷേധവും വളരെ കൃത്യമായി പ്രതിപക്ഷ മുന്നണി ഇന്ത്യ മുന്നണി പാർലമെന്റിൽ അവതരിപ്പിച്ചു എന്നതും ഒരു സവിശേഷതയാണ്. അതുകൊണ്ട് തുടക്കത്തിൽ പറഞ്ഞതുപോലെ വർദ്ധിത വീര്യത്തോടുകൂടി ഇനിയും വരും ദിവസങ്ങളിലും ആഞ്ഞടിക്കത്തക്ക രീതിയിലുള്ള ഒരുക്കത്തോടുകൂടിയാണ് ഇന്ത്യ മുന്നണി 18ാം പാർലമെന്റിൽ ഇനിയുള്ള ദിവസങ്ങളിൽ പങ്കെടുക്കാൻ പോകുന്നത്. നേരത്തെ 17ാം പാർലമെന്റിൽ പാസാക്കിയ പല നിയമങ്ങളും ഇപ്പോഴും വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. അതായത് ഇന്ത്യൻ പീനൽ കോഡിൽ വരുത്തിയതായ ഭേദഗതികൾ, ക്രിമിനൽ പീനൽ കോഡിൽ വരുത്തിയതായ ഭേദഗതികൾ, ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ വരുത്തിയതായ ഭേദഗതികളൊക്കെ ചർച്ചകൾ കൂടാതെ ഏകപക്ഷീയമായി പാസാക്കിക്കൊണ്ടാണ് 17ാം ലോകസഭ പിരിഞ്ഞത്. ആ ചരിത്രത്തിലില്ലാത്ത വിധം 146 അംഗങ്ങളെ പുറത്തു നിർത്തിയാണ് ഇത്തരം സുപ്രധാനമായ തീരുമാനങ്ങളിൽ ഭേദഗതി തീരുമാനങ്ങൾ ഉണ്ടാക്കിയത് എന്നത് ഒരു കറുത്ത അധ്യായമായി അവശേഷിക്കുന്നു. അതൊക്കെ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും. വളരെ ആഞ്ഞടിക്കത്തക്ക എല്ലാ ആയുധങ്ങളും പ്രതിപക്ഷ മുന്നണി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏകാധിപത്യ ശൈലിയിൽ ഇനിയും ഇന്ത്യയുടെ ഭരണം ശ്രീമാൻ നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണിക്കോ മുന്നോട്ട് കൊണ്ടുപോകാനാവുകയില്ല. ഇന്ത്യയിലെ പൊതുസമൂഹം തന്നെ അവർക്ക് ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകി. അവരുടെ എല്ലാ കേന്ദ്രമായിരിക്കുന്ന ഉത്തർപ്രദേശിൽ പോലും BJPക്ക് കനത്ത തിരിച്ചടി കൊടുത്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ മുന്നണി വിജയം കൈവരിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെറും 51 അംഗങ്ങളുമായി 17ാം പാർലമെന്റിൽ ഇരുന്നപ്പോൾ ഇപ്പോൾ നേരെ ഇരട്ടി ഏതാണ്ട് 100 അംഗങ്ങളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുകയാണ്. ഇനി വരാൻ പോകുന്നതായിട്ടുള്ള ചില ഉപതെരഞ്ഞെടുപ്പുകളുണ്ട്. ആ ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയം കൂടി ആകുമ്പോൾ 100 എന്നുള്ളത് കവിഞ്ഞ് വീണ്ടും വരും. ഉദാഹരണമായി വയനാട്ടിൽ ബഹുമാന്യയായ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ പോകുന്നു. അവിടെ വിജയം സുനിശ്ചിതമാണ്. അപ്പോൾ 100 എന്നത് 101 ആകുന്നു. അതുപോലെ മറ്റ് പാർലമെന്റ് മണ്ഡലങ്ങളിലും ചില ഉപതെരഞ്ഞെടുപ്പുകൾ വരാനുണ്ട്. അത് പ്രതിപക്ഷ മുന്നണിക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഊർജമാണ്. അതുകൊണ്ട് ഇനിയും ഉള്ള ദിവസങ്ങൾ പാർലമെന്റ് ശബ്ദമുഖരിതമായിരിക്കും. അനായാസമായി നിയമങ്ങൾ പാസാക്കിക്കൊണ്ട് പോകുവാൻ നരേന്ദ്രമോദിക്ക് സാധിക്കുകയില്ല. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയായ ആ പ്രതിപക്ഷ ഐക്യം തീർച്ചയായും ഇനിയും വരും ദിവസങ്ങളിൽ പ്രകടമായി കാണും. അതാണ് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. അങ്ങനെയുള്ള ഒരു പാർലമെന്റ് സമ്മേളനത്തെ കുറിച്ചാണ് ജനങ്ങൾക്ക് വളരെയേറെ പ്രതീക്ഷകളുള്ളത്. ഇനിയെങ്കിലും BJP ഏകാധിപത്യ ശൈലി മാറ്റുന്ന കാര്യത്തിൽ പാഠം പഠിച്ചിട്ടില്ല എങ്കിൽ ഇനിയും അവർക്ക് വളരെയേറെ പ്രതിഷേധത്തിന് വഴിപ്പെടേണ്ടതായിട്ട് വരും. പല തീരുമാനങ്ങളും അവർ മാറ്റേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ എല്ലാ കക്ഷികളുടെയും ഐക്യം ശക്തമായ സന്ദേശങ്ങൾ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ, ദക്ഷിണേന്ത്യയിലെ DMK ആകട്ടെ, അതുപോലെ ഉത്തരേന്ത്യയിലെ സമാജ്വാദി പാർട്ടി ആകട്ടെ, അതുപോലെ ഈ തേജസ്വി യാദവ് നേതൃത്വം കൊടുക്കുന്ന RJD ആകട്ടെ, ഇവരെല്ലാം ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ച് ഇന്ത്യൻ പാർലമെന്റ് വളരെ ശക്തമായ ജനാധിപത്യ സ്വഭാവം കൈവരിക്കും. ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെയേറെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, കർഷകരുടെ പ്രശ്നങ്ങൾ, ഇവയ്ക്കെല്ലാം പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പാർലമെന്റ് സമ്മേളനത്തിന്റെ തുടക്കത്തിനാണ് നാം എല്ലാവരും ഇന്ന് സാക്ഷ്യം വഹിച്ചത്.